നമുക്കറിയാം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ബി ജെ പിയും നരേന്ദ്രമോദിയൊക്കെ ദേശീയതയുടെ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ തിരിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ ഒരു ഗംഭീരമായിട്ടുള്ള ചില ചോദ്യങ്ങളും പരാമർശങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിൽ വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ബി ജെ പി, രാജ്നാഥ് സിംഗ്, മോദിയൊക്കെ. 2020 സംഭവിച്ച ഇന്ത്യയുടെ അതിർത്തി ചൈന കയ്യേറിയിട്ടുണ്ടായിരുന്നു ഗാൽവാനിൽ. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. അതായത് മുൻ ആർമി ചീഫായിട്ടുള്ള എം നരവനെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഓർമ്മക്കുറിപ്പിൽ അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തുകൊണ്ടായിരുന്നു ചൈന നമ്മുടെ ഭൂമി കയ്യേറിയപ്പോൾ ഒരു തരത്തിലുമുള്ള ആക്ഷൻ നമ്മുടെ സൈന്യം കൈക്കൊള്ളാതിരുന്നത്? എവിടെയായിരുന്നു അന്ന് മോദിയൊക്കെ? 56 ഇഞ്ചൊക്കെയുള്ള നെഞ്ചകം എന്തുകൊണ്ട് ആ സമയത്ത് ഭയപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ബി ജെ പിയോട് ചോദിക്കുന്നത്. പക്ഷെ മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. എന്തിനാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഇതിൽ അസ്വസ്ഥ? ഇതില് ചില അർത്ഥസത്യങ്ങളുമുണ്ട്, പിന്നെ ചില കള്ളങ്ങളും അല്ലെങ്കിൽ മിസ്ഇന്റർപ്രിട്ടേഷൻസ്, ദുർവ്യാഖ്യാനങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഈ 2020 ഇന്ത്യ ചൈന അതിർത്തിയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നടന്ന സംഭവങ്ങൾ എന്തായിരുന്നു എന്ന് ആദ്യം ഒന്ന് പറയാം. അതിനു മുമ്പ് മോദിയുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് മോദി ചെയ്തത് എന്ന് അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം എന്തുകൊണ്ട് വരുന്നു എന്നും പറയാം. ഇതിനകത്തിൽ യഥാർത്ഥത്തിൽ ജനറൽ നരവനെ എന്ന് പറയുന്ന ഇന്ത്യയുടെ അന്നത്തെ സൈനിക മേധാവി, എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായം, ഇതിൽ അദ്ദേഹമാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇന്ത്യയുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉള്ളിലേക്ക് നമ്മൾ കരുതുന്ന, നമ്മൾ അങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ രേഖ സങ്കല്പങ്ങളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന അവിടെയൊക്കെ ചൈനീസ് പട്ടാളം കയറുമ്പോൾ ഈ വിഷയം മോദിയുടെ മുന്നിലെത്തുന്നത് വളരെ വൈകിയാണ്. അത് ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ഉത്തരവാദികൾ. മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും ഹോം മിനിസ്ട്രിയിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ. അതാണ് ആദ്യത്തെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് മോദിയുടെ മുന്നിലെത്തുമ്പോൾ അദ്ദേഹം മറ്റ് മന്ത്രിസഭാ അംഗങ്ങളുമായി ആലോചിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. മറുപടി കൊടുത്തത് ജോ ഉചിത് സംജയ് കരു, അതായത് ഡു വാട്ട് ഇറ്റ് ഡീംസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉചിതം എന്ന് തോന്നുന്ന എന്തെന്നാൽ അത് നിങ്ങൾ ചെയ്യുക എന്നാണ്. അപ്പം മോദി അദ്ദേഹത്തിന് കൊടുത്തത് പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ? ജനറൽ നരവനെ എന്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചൈനീസ് പട്ടാളത്തിനെ തുരത്തിയില്ല? പിന്നെ മോദി എന്തോ പറയേണ്ടത്? മോദി പറയേണ്ടത് നിങ്ങൾ ഇന്ത്യയും ചൈനയായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് രാജ്യത്തിനെ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു അവിടെ. അതായത് ഒരു യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് വലിയ തോതിൽ ഒരു രാജ്യത്തിലേക്ക് പിടിച്ചെടുക്കാനായിട്ട് ആയിരക്കണക്കിന് പട്ടാളക്കാർ വരുന്നു, അല്ലെങ്കിൽ മിസൈലുകൾ ആക്രമണം നടത്തുന്നു, ഡ്രോൺ ആക്രമണം വരുന്നു, അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. 4 പോയിന്റുകളിലാണ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഈ 4 പോയിന്റുകളിൽ നടന്ന ഒരു ട്രാൻസ്ഗ്രഷൻ. അവരുടെ പട്ടാളം 4 കിലോമീറ്ററോളം നമ്മുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്താണ് അവിടെ നടന്നത് അത് ഞാനൊന്ന് പറയാം. അവിടെ ഏപ്രിൽ 17-ാം തീയതിയാണ് ചൈന വലിയ രീതിയിൽ മിലിറ്ററി ടാങ്കുകൾ, പീരങ്കികൾ, ആർട്ടിലറി, അതുപോലെ വലിയ രീതിയിൽ സൈനിക കരസേനയുടെ വിന്യാസം, ഇതൊക്കെ അവിടെ ഉണ്ടായി ഏപ്രിൽ 17 തൊട്ട്. ഏപ്രിൽ 20-ാം തീയതി ഇന്ത്യ അമേരിക്കയാണ് ഇത് അറിയിക്കുന്നത്. അതാണ് അതിനകത്തിലെ ഇപ്പം നമ്മൾ ഈ അമേരിക്കയെ എല്ലാത്തിലും എതിർക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ്റെ കൂടെ ആയിരിക്കും അമേരിക്ക. പക്ഷെ ചൈനയും ഇന്ത്യയും തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ നമ്മൾക്ക് വേറെ സഹായമൊന്നും ചെയ്തില്ലെങ്കിലും അവർ ചിലപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യും. അങ്ങനെ അവർ കൃത്യമായ ഇൻഫർമേഷൻ ആയിരുന്നു നമുക്ക് പാസ് ചെയ്തിരുന്നത്. ആ ഇൻഫർമേഷൻ ITBPക്കാണ് ലഭിച്ചത്. കാരണം ഇന്ത്യ ചൈന അതിർത്തി കാക്കുന്നത് BSF അല്ല, ITBP ആണ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസാണ്. ആ ITBPക്ക് ഈ സന്ദേശം ലഭിക്കുന്നു. ഒന്നല്ല, പലതവണ അമേരിക്കയിൽ നിന്നും ഈ സന്ദേശം ലഭിച്ചു. ITBP അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കൊടുക്കുന്നു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെ ചില ബാബുമാർ, അതായത് IASകാർ ഈ വിവരം അത് പൂഴ്ത്തി വെച്ചിട്ട് അവര് അത് വേണ്ട രീതിയിൽ അത്
മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നീട് ഈ അതായത് അപ്പൊ ഈ ഏപ്രിൽ 20 അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അവർ വേണ്ട രീതിയിൽ മന്ത്രിസഭയെ അറിയിക്കുന്നതിൽ അവിടുത്തെ ആൾക്കാർ പരാജയപ്പെട്ടു. എന്നിട്ട് ഈ ഇന്ത്യൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ IAS ഉൾപ്പെടെയുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പിന്നീട് അത് 27-ന് അത് ആർമിക്കും, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ഇത് കൈമാറി. ആ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും അവരും ഇത് പൂഴ്ത്തിവെച്ചു. അങ്ങനെ പൂഴ്ത്തിവെച്ചിട്ട് റഷ്യയുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. റഷ്യ ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമല്ലെന്നും ചൈന ഇന്ത്യയെ ആക്രമിക്കാനൊന്നും തയ്യാറെടുക്കുകയല്ലെന്നും അവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള പട്രോളിങ്ങിനിടയിൽ ഉണ്ടാവുന്ന പഴയകാല പ്രശ്നങ്ങൾ പോലെ തന്നെയാണെന്ന്, ഇതിൽ പരിഭ്രാന്തിപ്പെടേണ്ട കാര്യമില്ലെന്നുള്ള മറുപടിയാണ് റഷ്യയിൽ നിന്നും കിട്ടിയെന്നാണ് പല മാധ്യമങ്ങളും എഴുതിയിരിക്കുന്നത്. BJP അനുകൂല മാധ്യമങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടുക്കലോട്ട് ഈ വിഷയം ചെല്ലുന്നത് മെയ്യിലാണ്. ആ മെയ് ഇവിടെ ഇത് ഒരു വൈകി എന്നുള്ളത് സത്യമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് ചെല്ലാനായിട്ട്, ഈ ഇൻഫർമേഷൻ ചെല്ലാനായിട്ട് ഇത് ആഴ്ചകൾ താമസിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അത് പ്രധാനമന്ത്രി മെയ് 20-നാണ് പ്രധാനമന്ത്രിയെ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ അറിവ് കിട്ടുന്നത്. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചു. വേണ്ടത് ചെയ്യാൻ ഇന്ത്യൻ സൈന്യാധിപന് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ ആ സ്വാതന്ത്ര്യം അദ്ദേഹം ഉപയോഗിച്ചില്ല. അതാരുടെ കുഴപ്പമാണ്? അപ്പോൾ ജനറൽ നരവനെ അദ്ദേഹത്തിൻ്റെ അനൗചിത്യം 2024 ഇന്ത്യ ചൈന ചർച്ച നടത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ പുസ്തകം എഴുതി. 2 കാര്യത്തിലാണ് കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസം നടത്തിയത്. ഒന്ന്, ഈ പുസ്തകം റിലീസ് ചെയ്യുന്നതിനെ സർക്കാർ തടഞ്ഞു. രണ്ടാമത്തേത്, തീരുമാനമെടുക്കാൻ വൈകി. ഈ രണ്ടിലും പക്ഷേ രാഹുൽ ഗാന്ധി പറയാതെ പോയ ഒരു വിഷയം, കേന്ദ്ര സർക്കാരാണല്ലോ ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തത്. ഇപ്പൊ ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലും മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരിൽ ആരൊക്കെ ചേർന്നാണ് ഈ വിവരം മുക്കിയത്? ഈ വിവരം ആരാണ് തടഞ്ഞു വെച്ചത്? ഈ വിവരം പ്രധാനമന്ത്രിയെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ്? എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തില്ല എന്ന് വേണമായിരുന്നു രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരവാദിത്ത സർക്കാരിൻ്റെ തലയിൽ തന്നെ വന്നേ. മോദി ഈ തിരിച്ചടിക്കുന്നതിലോ ചൈനയുടെ ആക്രമണം തടയുന്നതിലോ തീരുമാനമെടുക്കാൻ വൈകിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും മിനിസ്ട്രി ഓഫ് ഹോമിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ അവിടെ നടന്ന ഗൗരവമായ വിഷയം അമേരിക്ക പലതവണ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് വേണ്ട ഗൗരവത്തോടെ എടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിസഭയ്ക്ക് കൂടെ ഉണ്ട്. കാരണം ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ സെലക്ട് ചെയ്യുന്നത് ക്യാബിനറ്റാണ്, വെറുതെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല. നമുക്കറിയാം പട്ടാളത്തിൻ്റെ ജനറൽ പോലും വെറും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല, അത് ഒരു സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയും. നമുക്ക് സാധാരണഗതിയിൽ മിലിറ്ററിയിലുമൊക്കെ ബ്രിഗേഡിയർ വരെ മാത്രമേ വെറും സീനിയോറിറ്റിയുടെ അല്ലെങ്കിൽ ആർമിയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നുള്ളൂ. മേജർ ജനറൽ, ലഫ്റ്റനന്റ് ജനറൽ, ജനറൽ, അതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ഇവരൊക്കെ തന്നെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ്. അത് ക്യാബിനറ്റ് പല ഘടകങ്ങളും കണക്കിലെടുത്ത് അതിൽ സീനിയോറിറ്റിയും ഒരു ഘടകമാകുമെന്നേ ഉള്ളൂ. ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടിരുന്ന അനിൽ ചൗഹാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ CDS. ഒരു ജനറലിനേക്കാൾ താഴെ റാങ്ക് ഉണ്ടായിരുന്ന ആളിനെ ജനറലിന്റെ മുകളിൽ കൊണ്ടുവച്ചു. അതെന്താണ്? അത് സർക്കാരിന് അധികാരമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അക്കാര്യത്തിൽ സർക്കാർ വീഴ്ച വരുത്തി എന്ന് തന്നെയാണ്. പക്ഷെ ചൈനയെ പ്രതിരോധിക്കുന്നതിലല്ല വീഴ്ച. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഗൗതം ചോദിച്ചോളൂ. നമുക്ക് 1 ഇഞ്ച് ഭൂമി പോലും ചൈനക്ക് വിട്ടുകൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കയ്യേറിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഗാൽവാനിൽ ആദ്യം ചൈന കടന്നു കയറിയിരുന്നു. പിന്നീട് ചൈനക്കെതിരെ നമ്മൾ മെയ്യിൽ, ഞാൻ പറഞ്ഞല്ലോ, മെയ് 20-ന് ശേഷം ചൈനക്കെതിരെ ഇന്ത്യ നീക്കം നടത്തി. ഈ ജനറൽ നരവനെ തന്നെ പിന്നീട് ജനറലായിട്ടിരിക്കുമ്പോൾ നോർത്തേൺ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ജോഷി അദ്ദേഹം സൈന്യത്തിന് പ്രതിരോധിക്കാൻ ഉത്തരവ് കൊടുത്തു. അങ്ങനെ അവിടെ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ 90 ഇന്ത്യൻ പട്ടാളക്കാർക്കും 140 ചൈനീസ് പട്ടാളക്കാർക്കും പരിക്കേറ്റു. ഇതിനൊക്കെ റെക്കോർഡുകളുണ്ട്. പിന്നീടാണ് മെയ് 27-ന് സമാധാന ചർച്ച തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കുന്നത്
അന്ന് കുറച്ചു നാളത്തേക്ക് ചൈന കയറിയ സ്ഥലത്ത് തന്നെ അവർ തമ്പടിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് അവർ മാറി. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് മാറിയെന്നാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് ഏതാണ്ട് പൂർണ്ണമായിട്ട് ഈ മാറി. ഈ നരവന്നയുടെ ഈ പുസ്തകം ഇത് എന്തുകൊണ്ടാണ് ഇതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ പാടില്ല, അല്ല ഇതിപ്പോഴും അൺപബ്ലിഷ്ഡ് ആണ്, എന്തിനാണ് അതിലെന്താണ് അപകട സൂചകമായിട്ടുള്ള എന്താണുള്ളത് ആ പുസ്തകത്തിൽ? അല്ല, ഇപ്പൊ പാർലമെന്റിലെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് വായിക്കാൻ പാടില്ല എന്നുള്ളതല്ല. പാർലമെന്റിലുള്ള പ്രശ്നം പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം, അതിൽ നിന്നാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് കുറച്ച് ഭാഗങ്ങൾ ലോക്സഭയിൽ വായിക്കുന്നു. അപ്പൊ അത് ആ പുസ്തകത്തിലെ തന്നെയാണെന്നുള്ള എന്താ ഉറപ്പ്? കാരണം ആരും പുസ്തകം കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഗൗതം എന്നോട് പറയുന്നു ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഗൗതം ഈ ചർച്ചക്കിടയിൽ എന്നോട് കുറച്ച് കാര്യം പറയും. ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം ആ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ, അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ലല്ലോ. അതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം. പക്ഷേ ഗൗതം ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2024 എന്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് ഇന്ത്യയും ചൈനയുമായിട്ട് ഈ ഡിസെൻഗേജ്മെന്റ്, അതായത് ഈ സംഘർഷം ഇല്ലാതാക്കുകയും ചൈനയുടെ പിന്മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചർച്ചകൾ അട്ടിമറിക്കണ്ട എന്ന് സർക്കാർ കരുതിയിട്ടുണ്ടാവും. ഇവിടെ പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാകിസ്ഥാനെതിരെ നടത്തുന്ന നമ്മൾ ഒന്നടിച്ചാൽ രണ്ടടിക്കും, എന്താ അതേ ആറ്റിറ്റ്യൂഡ് ചൈനയോടില്ലാത്തത്? ചൈന പാകിസ്ഥാനൊക്കെ വലിയ ശക്തിയാണ്. അമേരിക്ക പോലും എന്താ ചൈനയെ ആക്രമിക്കാത്തത്? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ചൈന തൈവാന്റെ പിന്നെ ആകാശത്തിന് മുകളിലൂടെ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ എപ്പോഴും പറത്തും. ബോംബൊന്നും ഇടില്ല. പിന്നെ അവരെ പേടിപ്പിക്കാനായിട്ട് എപ്പോഴും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ J-20 അല്ലെങ്കിൽ J-10C, J-35 ഇതൊക്കെ തന്നെ തൈവാന്റെ വ്യോമ അതിർത്തി നിരന്തരം ലംഘിക്കും, സമുദ്ര അതിർത്തി നിരന്തരം ലംഘിക്കും. അമേരിക്കയുടെ പട്ടാളം ഉണ്ടല്ലോ അവിടെ. എന്താ അമേരിക്കയുടെ പട്ടാളം ചൈനീസ് വിമാനങ്ങളെ വെടിവെച്ചിടാത്തത്? തീർച്ചയായിട്ടും ചൈന ഒരു വൻ ശക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയോട് നമ്മൾ ഇന്ത്യ ചൈനയെ ഭയക്കുന്നു എന്നല്ലേ? അല്ല, ഭയമെന്നല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, റോഡിൽ കൂടെ ഒരു ആന പോകുന്നു, ഗൗതം എതിരെ വരികയാണ്, നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ പോകാൻ സ്ഥലമില്ല, നിങ്ങളൊരു ബൈക്കിലാണ് വരുന്നത്, നിങ്ങൾ ബൈക്ക് ഒതുക്കി വെക്കുക. അത് ഭയം മാത്രമാണ്, അത് ബുദ്ധി, വിവേകമാണ്. അത് ഒപ്പം ഭയവും ഉണ്ടല്ലോ. അല്ല, വിവേകമാണ് അതിന്റെ മുന്നിലെ. ആനയെ വേണമെങ്കിൽ നമുക്ക് കൊല്ലാം, നമ്മുടെ കയ്യിലൊരു തോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊല്ലാം, പല മാർഗങ്ങളും ഉണ്ട്. പക്ഷേ അതേസമയം വിവേകിയായ ഒരാൾ ആവശ്യമില്ലാതെ ആനയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയ്ക്ക് പോലും ഞാൻ ഈ പറഞ്ഞ അമേരിക്ക ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിനെ അനുകൂലിക്കുന്നു, തൈവാനെ അനുകൂലിക്കുന്നു. അമേരിക്കയുടെ സൈന്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചൈനീസ് സൈന്യവുമായിട്ട് നേർക്ക് നേരെ ഒരു സംഘർഷത്തിന് തയ്യാറുണ്ട്. ലോകത്തിൽ ചൈനയെ നേരിടാൻ ശക്തിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അത് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയുകയാണ്. അതായത് ഞാനിപ്പം മോദിയുടെ വലിയ ഭക്തനും ഒന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയും, മോദി ഇവിടെ കാണിച്ചത് ബുദ്ധിയാണ്. ആ ബുദ്ധിയില്ലാതെ ഒരു ഭരണാധികാരി പ്രവർത്തിക്കരുത്. കാരണം വെറുതെ പിന്നെ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കി ഇന്ത്യയുടെ പുരോഗതിയും ചൈനയുടെ പുരോഗതിയും തടസ്സപ്പെടുത്തണ്ട. ഇതൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണ്. ഇപ്പൊ അമേരിക്ക, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വിഷയത്തിൽ ഇന്ത്യയെ സഹായിച്ചു, ഇന്ത്യക്ക് വേണ്ട ഇൻഫർമേഷൻ തന്നു. പക്ഷേ എല്ലാ വിഷയത്തിലും അങ്ങനെയാണോ? അല്ല. അപ്പോൾ നമ്മളിവിടെ വളരെ ബുദ്ധിപൂർവ്വം വേണം ഇടപെടേണ്ടത് ഈ വിഷയത്തിൽ. ഇതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറാക്കാതെ എന്നാൽ ചൈനയെ പ്രതിരോധിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, അവിടെ സംഘർഷം തടഞ്ഞപ്പോൾ 90 ഇന്ത്യൻ പട്ടാളക്കാരും 140 ചൈനീസ് പട്ടാളക്കാരുമാണ് പരിക്കേറ്റത്. ചൈനയ്ക്കാണ് പരിക്ക് കൂടുതൽ. അതുപോലെ തന്നെ 20 ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചെടുത്ത് 40 ചൈനീസ് പട്ടാളക്കാർ മരിച്ചു. ചൈന ആദ്യം ആരും മരിച്ചില്ലെന്ന് പറഞ്ഞു, പിന്നെ 5 പേര് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അറിയാമല്ലോ ചൈനയുടെ ആൾക്കാർ മരിച്ചു എന്ന്. പക്ഷേ റഷ്യ, ഓസ്ട്രേലിയ, കാനഡ, ഇവരുടെ എല്ലാം ടീമുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസസ് ചെയ്തിട്ട് അവർ പറയുന്നത് 40ഓളം പട്ടാളക്കാർ ചൈനയുടെ മരിച്ചു, കുറഞ്ഞതെന്നാണ്. അപ്പോ അങ്ങനെ ഇന്ത്യ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. പക്ഷേ ചൈനയെ പോലൊരു വൻ രാജ്യവുമായിട്ട് പാകിസ്ഥാനെ നേരിടുന്ന പോലെ ചൈനയെ നേരിടാൻ പറ്റത്തില്ല. പാകിസ്ഥാനെ നമുക്ക് ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്ന് 2-3 ദിവസം കൊണ്ട് അവന്റെ കുറെ ഭാഗം നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. അത് പിടിച്ചെടുക്കാതിരിക്കുന്ന അത്രയും സ്ഥലത്തുള്ള പാകിസ്ഥാനികളെ ഇന്ത്യൻ പൗരന്മാരാക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരിക്കണം. പക്ഷെ ചൈനയുടെ അടുത്ത് പറ്റില്ല. ഇപ്പം ചൈനയുടെയൊക്കെ കുറച്ച് ചില സ്റ്റേറ്റ്മെന്റുകൾ അമിത്ഷാ മണ്ടത്തരമൊക്കെ കാണിച്ചിരുന്നു. അതായത് പിന്നെ ഈ അക്സായ് ചീൻ ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന ആ സമയത്ത് അമിത്ഷായുടെ മണ്ടത്തരം പ്രസ്താവന കൊണ്ടാണ് ചൈന ഇത് കാണിച്ചതെന്നാണ് ചിലർ പറയുന്നത്.
ഞാൻ അതിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നില്ല. അമിത്ഷാ അത്ര ബുദ്ധിപൂർവ്വം സംസാരിക്കുന്ന ആളല്ല. ഇവിടെ ചാണക്യൻ എന്നൊക്കെ ചുമ്മാതെ പുള്ളിയെക്കുറിച്ച് വലിയ ഊതിയുറപ്പിച്ച ഇതൊക്കെ ചിലരൊക്കെ പറയും. എനിക്ക് അതിനോട് യോജിപ്പില്ല. അമിത്ഷാ ചാണക്യനല്ല. പക്ഷേ എനിക്ക് അങ്ങനൊന്നും ഞാൻ കരുതുന്നില്ല. ചാണക്യനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തിനീ ആവശ്യമില്ലാത്ത ടൈറ്റിലൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയുകയാണ്. മോദി ഇതിനകത്തിൽ ഇവിടെ പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും അന്തസ്സോടെയും ഔചിത്യത്തോടു കൂടിയും വിവേകത്തോടു കൂടിയാണ്. ആദ്യം അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു തെറ്റ് പറ്റിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചൈനയെ ഒരുപക്ഷെ അത് പ്രകോപിപ്പിച്ചിരിക്കാം. അതായിരിക്കും അവർ കാണിച്ചതെന്ന് ചിലർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ശരി, ഇവിടെ ഇപ്പൊ ഈ ചൈന തങ്ങളുടേതാണെന്ന് വിചാരിക്കുന്ന അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങള്, അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാര് ഈ ചൈനയിലെ എയർപോർട്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ അവർക്ക് അവരെ പാസ്പോർട്ടിൽ ഇന്ത്യ എന്നാണ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അംഗീകരിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഒരു സ്ത്രീക്ക് വന്നു വിട്ടിട്ടുണ്ടായി. അവർ വല്ലാണ്ട് കുറെ നേരം ആ എയർപോർട്ടിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. പാസ്പോർട്ട് കൈക്കലാക്കുന്ന അവസ്ഥ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യക്ക് പിന്നെ ചൈനയുടെ മാപ്പുകളിൽ പലതും അരുണാചലിൽ അവരുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിമിതികളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, എന്നിരുന്നാലും ജപ്പാന് ഈ അടുത്ത കാലത്ത് ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അതായത് ജപ്പാൻ ഇന്ത്യയെ അഭിനന്ദിച്ചു. അവർ പറഞ്ഞു ചൈനയെ മുഖത്തോട് മുഖം നോക്കി നിന്ന് ചൈനയെ എതിർക്കാനുള്ള ശേഷിയുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. ചൈനയുടെ പട്ടാളത്തിന്റെ അത്രയും തന്നെ വലിയ പട്ടാളമാണ് ഇന്ത്യയുടേത്, കരസേനയാണ്. ഈ ഒരു കാരണവശാലും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ അങ്ങനൊന്നും ചൈനയ്ക്കും പറ്റില്ല. അത് അറിയാവുന്നതുകൊണ്ടാണ് ചൈനയും ഒരു പരിധി വിട്ട് നമ്മളുമായിട്ട് ശല്യത്തിന് വരാത്തത്. ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമാധാനമായിട്ട് മുന്നോട്ട് പോയിട്ട് ലോകത്തിൽ തന്നെ ഒരു പുതിയ യുഗം തുറക്കാനായിട്ടുള്ള ഒരു നീക്കം നടത്തണം. സംസ്കാരത്തിൽ നമ്മൾ വ്യത്യസ്തമായ സംസ്കാരമൊന്നുമല്ല. ഇന്ത്യയുടെ മതപരവും പിന്നെ കൾച്ചറലുമായിട്ടുള്ള സംസ്കാരം എല്ലാം ചൈന ഷെയർ ചെയ്യുന്നുണ്ട്. ശിവനെയും സരസ്വതി ദേവിയെയും പിന്നെ എല്ലാവരെയും ആരാധിക്കുന്ന, മറ്റു പേരുകളിലാണെങ്കിൽ പോലും ആരാധിക്കുന്നവരാണ് ചൈന. ചൈനക്കാരും ഇന്ത്യക്കാരും ഒരുപോലെ പവിത്രമെന്ന് കരുതുന്നതാണ് കൈലാസ പർവ്വതം. നമ്മൾ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നത്? മറ്റുള്ളവർ കണ്ട് ചിരിക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തുള്ള രണ്ട് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയും ചൈനയും മാറണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് പക്ഷേ ഈ വിവാദത്തില് മോദിയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തെറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ ജനറൽ നരവണെയാണ്. അങ്ങേരിരിക്കുന്ന പോസ്റ്റിന്റെ മഹത്വം അറിയാൻ വയ്യായിരുന്നു. പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പ്രവർത്തിക്കണമായിരുന്നു. അത് മോദി കയ്യെ പിടിച്ച് മുന്നോട്ട് നടത്തണം. യഥാർത്ഥത്തിൽ മോദിയല്ല ഇതിന്റെ പിന്നിലുള്ള തെറ്റുകാരൻ എന്ന് പറയുന്നത് അമിത്ഷയാണ്. അമിത്ഷായുടെ തെറ്റായ പരാമർശമാണ് ചൈനയെ പ്രകോപിതമാക്കിയത്. അവര് കയറി അടിക്കാനുള്ള കാരണം അതുകൊണ്ടാണെന്നാണ് സാർ പറയുന്നത്. ഇല്ല, അങ്ങനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അമിത്ഷാ തുടക്കത്തിൽ അങ്ങനെ ഒരു തെറ്റ് കാണിച്ചു. അതിനുശേഷം ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ സർക്കാരിന്റെ ഭാഗത്ത് മോദിയുടെ ചെവിയിൽ എത്താതെ വെച്ചിരുന്നത് ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെയും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെയും മുതിർന്ന IAS-കാര്, പിന്നെ തീരുമാനമെടുക്കാൻ കൈയും കാലും മുട്ടും വിറച്ച ജനറൽ നരവണി, ഈ രണ്ടുപേരുമാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. നോർത്തേൺ കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ജോഷി കൃത്യമായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് ജനറൽ നരവണയ്ക്ക് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള അവകാശം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അത് പിന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ കൊഴു കൊടുക്കണം, എങ്കിലേ കാര്യമുള്ളൂ. അയാളെ മാറ്റണമായിരുന്നു ജനറൽ സ്ഥാനത്തു നിന്ന്. അതാണ് എൻ്റെ അഭിപ്രായം.